ഡീവിയേറ്റ് ദ സയൻസ് ഓഫ് സീയിങ് ഡിഫറൻ്റ്ലി. മാറി ചിന്തിക്കൂ, നമ്മൾ കാണുന്നതാകില്ല സത്യം. മനുഷ്യൻ പ്രകൃതിയെ എങ്ങനെ കാണുന്നു, നമ്മുടെ മസ്തിഷ്കം യാഥാർത്ഥ്യത്തെ എങ്ങനെ പുനർനിർമ്മിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിപ്ലവാത്മകമായ നിരീക്ഷണങ്ങളാണ് ഈ പുസ്തകം പങ്കുവയ്ക്കുന്നത്. മനഃശാസ്ത്രവും ന്യൂറോ സയൻസും അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട പുസ്തകങ്ങൾ പലപ്പോഴും ലബോറട്ടറി പരീക്ഷണങ്ങളിൽ ഒതുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ബോ ലോട്ടോയുടെ ഡീവിയേറ്റ് ദ സയൻസ് ഓഫ് സീയിങ് ഡിഫറൻ്റ്ലി എന്ന പുസ്തകം വെറുമൊരു ശാസ്ത്രഗ്രന്ഥമല്ല. അത് നിങ്ങളുടെ ജീവിതത്തെ, ചിന്തകളെ, കരിയറിനെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ പേഴ്സണൽ ഗ്രോത്ത് ഗൈഡാണ്. നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സ്വയം തിരുത്താനും വളരാനും സാധിക്കൂ. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും ഇന്നത്തെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കരിയറിലും എങ്ങനെ ഒരു ടൂളായി പ്രയോഗിക്കാം എന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ബീയിങ് ഇൻ കളർ, നിറങ്ങളുടെ ലോകവും യാഥാർത്ഥ്യത്തിന്റെ ഭ്രമങ്ങളും. കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്ന ലോകം പൂർണ്ണമായും സത്യമാണെന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. ആകാശം നീലയാണ്, പുല്ല് പച്ചയാണ്, ചോര ചുവപ്പാണ്. ഇതൊക്കെ തർക്കമില്ലാത്ത വസ്തുതകളായി നമ്മൾ കണക്കാക്കുന്നു. ഭൗതിക ലോകത്ത്, ഫിസിക്കൽ വേൾഡിൽ നിറം എന്നൊരു സാധനം നിലനിൽക്കുന്നതേയില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തോടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. നമ്മൾ കാണുന്ന നിറങ്ങൾ പുറത്തുള്ള വസ്തുക്കളുടെ സ്വഭാവമല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. പ്രപഞ്ചത്തിൽ ഉള്ളത് കേവലം ഊർജവും പ്രകാശ തരംഗങ്ങളും മാത്രമാണ്. സൂര്യനിൽ നിന്നോ വിളക്കിൽ നിന്നോ വരുന്ന പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ആ തരംഗങ്ങൾ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. ഈ തരംഗങ്ങൾ കണ്ണിലെ റെറ്റിനയിലുള്ള പ്രകാശഗ്രാഹികളെ ഉത്തേജിപ്പിക്കുകയും അതൊരു വൈദ്യുത സിഗ്നലായി മാറുകയും ചെയ്യുന്നു. മസ്തിഷ്കം ഈ സിഗ്നലുകളെ വിശകലനം ചെയ്ത് നമുക്ക് നിറം എന്ന അനുഭവം ഉണ്ടാക്കി തരുന്നു. ചുരുക്കത്തിൽ, നമ്മുടെ തലച്ചോറിനു പുറത്ത് ഒരു വസ്തുവിനും സ്വന്തമായി നിറമില്ല. നിറം എന്നത് പ്രകാശ തരംഗങ്ങൾക്ക് മസ്തിഷ്കം നൽകുന്ന ഒരു തരം കോഡിംഗ് മാത്രമാണ്. നമ്മുടെ കണ്ണുകൾ ക്യാമറ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പൊതുധാരണ. ക്യാമറ അതിനു മുന്നിലുള്ള പ്രകാശത്തിന്റെ അളവും തരംഗ ദൈർഘ്യവും കൃത്യമായി രേഖപ്പെടുത്തുന്നു. എന്നാൽ മസ്തിഷ്കം അങ്ങനെയല്ല ചെയ്യുന്നത്. തലച്ചോർ ഒരു വസ്തുവിനെ അത് മാത്രമായി കാണുന്നില്ല. ചുറ്റുപാടുകളുമായി താരതമ്യം ചെയ്ത് മാത്രമാണ് അത് കാഴ്ചകളെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യമല്ല, അനുമാനങ്ങളാണ്. തലച്ചോറ് നേരിട്ട് ലോകത്തെ കാണുന്നില്ല. അത് പൂർണ്ണമായും ഇരുണ്ട ഒരു തലയോട്ടിക്കകത്താണ് ഇരിക്കുന്നത്. അതിലേക്ക് എത്തുന്ന ഒരേയൊരു കാര്യം കുറച്ച് ഇലക്ട്രിക്കൽ പൾസുകൾ മാത്രമാണ്. ഈ പൾസുകൾക്ക് അർത്ഥം നൽകാൻ തലച്ചോർ രണ്ട് കാര്യങ്ങളെ ആശ്രയിക്കുന്നു: വംശപാരമ്പര്യം, ഇവല്യൂഷണറി പാസ്റ്റ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ പൂർവികർ അതിജീവനത്തിനായി വികസിപ്പിച്ചെടുത്ത ജൈവികമായ പ്രോഗ്രാമിംഗ്. വ്യക്തിഗത ഭൂതകാലം, പേഴ്സണൽ പാസ്റ്റ്. നമ്മൾ ജനിച്ചതു മുതൽ ഇന്നുവരെ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ. നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും ഈ രണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തലച്ചോർ നിർമ്മിച്ചെടുക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികൾ ഒരേ വസ്തുവിലേക്ക് നോക്കുമ്പോൾ അവരുടെ തലച്ചോറിലെ മുൻകാല അനുഭവങ്ങളുടെ വ്യത്യാസമനുസരിച്ച് അവർ കാണുന്ന യാഥാർത്ഥ്യത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചുറ്റുപാടുകളെ വിലയിരുത്തി ഒരു നിഗമനത്തിൽ എത്താനുള്ള ശേഷി ജീവജാലങ്ങളുടെ മസ്തിഷ്കത്തിന് പരിണാമം നൽകിയിട്ടുണ്ട്. ഇത് വായനക്കാരനിലേക്ക് എത്തിക്കുന്ന വലിയൊരു തത്വശാസ്ത്രമുണ്ട്. നമ്മൾ കാണുന്ന ലോകം കേവലം ഒരു അനുമാനമാണെങ്കിൽ ആ അനുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. നമ്മുടെ മുൻവിധികൾ, വിദ്വേഷങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയെല്ലാം ഇതുപോലെ തലച്ചോർ നിർമ്മിച്ചെടുക്കുന്ന നിറങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ തലച്ചോർ കാണിച്ചു തരുന്ന ഈ മായക്കാഴ്ചകളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തു കടക്കാൻ കഴിയും? നമ്മൾ കാണുന്ന നിറങ്ങൾ ഭൗതിക ലോകത്തില്ല, അത് തലച്ചോറിന്റെ സൃഷ്ടിയാണെന്ന് ലോട്ടോ പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പലപ്പോഴും പുറത്തുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് അതിന് നൽകുന്ന വ്യാഖ്യാനങ്ങളാണ് എന്നുകൂടിയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഈ അധ്യായത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒരാളുടെ ആഡംബര ജീവിതം കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്
പുറത്തുള്ള ഒരു വസ്തുതയല്ല, നമ്മുടെ തലച്ചോർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വികാരമാണ്. വ്യാഖ്യാനങ്ങളെ മാറ്റുക. ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ. ഓഫീസിൽ മാനേജർ നിങ്ങളെ വിമർശിക്കുമ്പോൾ അയാൾക്ക് എന്നെ വ്യക്തിപരമായി പരാജയപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ ജോലി മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണിത് എന്ന് മാറ്റി ചിന്തിക്കുക. യാഥാർത്ഥ്യം ഒന്നാണെങ്കിലും നിങ്ങൾ അതിന് നൽകുന്ന നിറം മാറുമ്പോൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയുന്നു. റിയാക്ഷൻ ടൈം കൺട്രോൾ ചെയ്യുക. ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ, റിയാക്റ്റീവ് മോഡിൽ എത്താതെ, തലച്ചോർ അതിനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് ഒരു നിമിഷം മാറി നിന്ന് നിരീക്ഷിക്കുക. നമ്മുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായ യാഥാർത്ഥ്യമല്ലെന്ന് തിരിച്ചറിയുന്നതാണ് വ്യതിചലനത്തിന്റെ അഥവാ ഡീവിയേഷന്റെ ആദ്യപടി. നമ്മുടെ അനുമാനങ്ങളെ ചോദ്യം ചെയ്യാനും ലോകത്തെ മറ്റൊരു കണ്ണിലൂടെ നോക്കാനും നമ്മൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ കലയിലും ശാസ്ത്രത്തിലും ജീവിതത്തിലും പുതിയ കണ്ടെത്തലുകൾ നടത്താൻ നമുക്ക് സാധിക്കൂ. നമ്മൾ കാണുന്നതും വിശ്വസിക്കുന്നതുമായ കാര്യങ്ങൾ അന്തിമ സത്യമല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലോകത്തെ പുതിയൊരു രീതിയിൽ നോക്കിക്കാണാൻ കഴിയും. ഇൻഫർമേഷൻ ഈസ് മീനിങ്ലെസ്. വിവരങ്ങളുടെ ശൂന്യതയും അർത്ഥത്തിന്റെ ജനനവും. പുറം ലോകത്തു നിന്ന് നമ്മുടെ കണ്ണുകളിലേക്കോ ചെവികളിലേക്കോ എത്തുന്ന വിവരങ്ങൾ കേവലം അസംസ്കൃത ഡാറ്റ, റോ ഡാറ്റ മാത്രമാണ്. അതിന് സ്വന്തമായി ഒരു മൂല്യമോ സന്ദേശമോ ഇല്ല. ഭൗതിക ലോകത്തു നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നിരന്തരം പ്രകാശകണികകളും ഫോട്ടോൺസ്, ശബ്ദ തരംഗങ്ങളും രാസതന്മാത്രകളും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൽ നിന്നുള്ള സിഗ്നലുകൾ തികച്ചും അവ്യക്തവും ആശയക്കുഴപ്പം നിറഞ്ഞതുമാണ്, ആംബിഗസ്. തലച്ചോറിന് ലഭിക്കുന്ന വിവരങ്ങൾ അപൂർണമാണ്. വിവരങ്ങൾക്ക് അർത്ഥം നൽകാൻ മസ്തിഷ്കം ഉപയോഗിക്കുന്ന പ്രധാന ആയുധം അത് നിലനിൽക്കുന്ന പശ്ചാത്തലമാണ്. ഒരേ അക്ഷരം അല്ലെങ്കിൽ ഒരേ ആകൃതി അതിന് ഇരുവശവുമുള്ള മറ്റക്ഷരങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായി വായിക്കപ്പെടാം. ഉദാഹരണത്തിന്, എക്കും സിക്കും ഇടയിൽ കിടക്കുന്ന ഒരു അക്ഷരം നമ്മൾ ബി എന്ന് വായിക്കും. എന്നാൽ 12നും 14നും ഇടയിലാണ് അതെങ്കിൽ നമ്മൾ അതിനെ 13 എന്ന് വായിക്കും. ആകൃതി ഒന്നാണെങ്കിലും അതിന് ചുറ്റുമുള്ള സാഹചര്യമാണ് അതിന് അർത്ഥം നൽകുന്നത്. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും. നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് വെറുമൊരു വിവരമല്ല, ആ വിവരത്തിന്റെ പശ്ചാത്തലം കൂടെ പരിശോധിച്ചാണ് അത് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അർത്ഥം ഉണ്ടാകുന്നത് എങ്ങനെ? വിവരങ്ങൾ അർത്ഥശൂന്യമാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്? ഇതിനുള്ള ഉത്തരം ഭൂതകാല അനുഭവങ്ങൾ, പാസ്റ്റ് എക്സ്പീരിയൻസസ് എന്നതാണ്. നമ്മുടെ പൂർവികർക്ക് ഏതൊക്കെ വികാരങ്ങളാണോ അതിജീവനത്തിന് സഹായകരമായത് ആ വിവരങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ തലച്ചോർ പഠിച്ചു. ഒരു പ്രത്യേക ശബ്ദം കേട്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടവർ ജീവനോടെ ഇരിക്കുകയും അതിനെ വെറുമൊരു ശബ്ദമായി അവഗണിച്ചവർ ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ പരിണാമ പ്രക്രിയയിലൂടെ തലച്ചോർ വിവരങ്ങളെ പ്രയോജനപ്രദമായ അർത്ഥങ്ങളിലേക്ക് മാറ്റാൻ പഠിച്ചു. അർത്ഥം എന്നത് വസ്തുക്കളിലുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോർ ആ വസ്തുവിന് നൽകുന്ന പ്രതികരണമാണ്. നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ അതിപ്രസരമുള്ള, ഇൻഫർമേഷൻ ഓവർലോഡ് ഉള്ള ഒരു യുഗത്തിലാണ്. ഗൂഗിളും വാട്സാപ്പും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വഴി കോടിക്കണക്കിന് വിവരങ്ങളാണ് ദിവസവും നമ്മളിലേക്ക് എത്തുന്നത്. ലോട്ടോ പറയുന്നത് പോലെ ഈ വിവരങ്ങൾക്കെല്ലാം സ്വയമേവ യാതൊരു അർത്ഥവുമില്ല. ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോഴോ ഒരു പുസ്തകം വായിക്കുമ്പോഴോ അതിൽ നിന്ന് നിങ്ങൾ എന്ത് അർത്ഥം ഉൾക്കൊള്ളുന്നു എന്നതിലാണ് കാര്യം. ബോധപൂർവമായ തെരഞ്ഞെടുപ്പ്, സെലക്റ്റീവ് കൺസംഷൻ. ലഭ്യമായ എല്ലാ വിവരങ്ങളും തലച്ചോറിലേക്ക് എടുക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിനാവശ്യമുള്ള വിവരങ്ങൾ മാത്രം സ്വീകരിക്കുക. സ്വയം ചോദ്യം ചെയ്യുക, ഈ വിവരം എന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടും എന്ന് ചോദിക്കുക. അറിവ് നേടുന്നതിലല്ല, ആ അറിവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് മാറ്റി പ്രതികരിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം. മേക്കിംഗ് സെൻസ് ഓഫ് ദി സെൻസസ്. ഇന്ദ്രിയങ്ങളുടെ പരസ്പര ബന്ധം. നമുക്ക് 5 വ്യത്യസ്ത ഇന്ദ്രിയങ്ങളുണ്ടെന്നും അവ ഓരോന്നും വെവ്വേറെയാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ചർമ്മം. എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അവ ഒരുമിച്ച് ചേർന്നാണ് യാഥാർത്ഥ്യം നിർമ്മിക്കുന്നത്.
നമ്മുടെ കണ്ണുകളല്ല കാണുന്നത്, ചെവികളല്ല കേൾക്കുന്നത്, മറിച്ച് മസ്തിഷ്കമാണ് കാണുന്നതും കേൾക്കുന്നതും. അന്ധരായ ആളുകൾക്ക് പ്രത്യേകതരം ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് മുന്നിലുള്ള വസ്തുക്കളുടെ ദൂരവും വലിപ്പവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. ഇതിനർത്ഥം തലച്ചോറിന് ഏത് വഴിയിലൂടെ വിവരം കിട്ടുന്നു എന്നത് പ്രശ്നമല്ല. അതിനു വേണ്ടത് പ്രപഞ്ചത്തിന്റെ ഒരു മാപ്പ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. അതിനായി അത് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരേ സമയം ഉപയോഗിക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയം ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അഥവാ സമഗ്രമായ വളർച്ചയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കരിയറിലെ വിജയം വെറും സാങ്കേതികമായ അറിവ് മാത്രമല്ല. നിങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ്, ശാരീരിക ആരോഗ്യം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മൾട്ടി സെൻസറി ലേണിംഗ്. പുതിയ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് വെറുതെ വായിക്കുക മാത്രം ചെയ്യാതെ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ചിത്രം വരച്ചു നോക്കുക, അല്ലെങ്കിൽ അത് പ്രായോഗികമായി ചെയ്തു നോക്കുക. നിങ്ങളുടെ കൂടുതൽ ഇന്ദ്രിയങ്ങളും തലച്ചോറിന്റെ ഭാഗങ്ങളും ഒരേ സമയം പ്രവർത്തിക്കുമ്പോൾ ആ അറിവ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഉറച്ചു നിൽക്കും. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം. നിങ്ങളുടെ ശാരീരിക ആരോഗ്യം, വ്യായാമം, ഭക്ഷണം ഇവ മോശമാണെങ്കിൽ അത് നിങ്ങളുടെ ചിന്തകളെയും നെഗറ്റീവായി ബാധിക്കും. തലച്ചോറിന്റെ മികച്ച പ്രവർത്തനത്തിന് ശരീരത്തിന്റെ ആരോഗ്യം അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കുക. ദ ഇല്യൂഷൻ ഓഫ് ഇല്യൂഷൻസ്. ഭ്രമങ്ങളുടെ യാഥാർത്ഥ്യം. ഒപ്റ്റിക്കൽ ഇല്യൂഷനുകൾ അല്ലെങ്കിൽ കാഴ്ചയിലെ ഭ്രമങ്ങൾ കാണുമ്പോൾ അത് തലച്ചോറിനു പറ്റുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ തെറ്റ് എന്നാണ് വിചാരിക്കാറുള്ളത്. ഇല്യൂഷനുകൾ തലച്ചോറിന്റെ പരാജയമല്ല, മറിച്ച് അതിന്റെ ഏറ്റവും വലിയ വിജയമാണ്. നമ്മൾ കാണുന്ന ലോകം ഭൗതിക യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഭ്രമം എന്ന് വിളിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ലോകം തന്നെ ഒരു വലിയ ഇല്യൂഷനാണ്. തലച്ചോർ എപ്പോഴും കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ അല്ല കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പരിണാമം നമ്മുടെ തലച്ചോറിനെ രൂപപ്പെടുത്തിയത് സത്യം കണ്ടെത്താനല്ല, മറിച്ച് പ്രയോജനപ്രദമായ തീരുമാനങ്ങൾ എടുക്കാനാണ്. ഒരു കാട്ടിൽ മരങ്ങൾക്കിടയിൽ ഒരു നിഴൽ കാണുമ്പോൾ അത് വെറുമൊരു നിഴലാകാം, അല്ലെങ്കിൽ ഒരു പുലിയുമാകാം. അവിടെ തലച്ചോർ അതിനെ ഒരു പുലിയായി ഊഹിക്കാൻ, അസ്യൂം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അത് വെറുമൊരു നിഴലാണെന്ന് കരുതി മാറി നിന്നാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലായേക്കാം. അതുകൊണ്ട് തലച്ചോർ എപ്പോഴും സുരക്ഷിതമായ, ഉപകാരപ്രദമായ ഭ്രമങ്ങളെയാണ് സത്യമായി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പരിണാമം സത്യത്തേക്കാൾ പ്രാധാന്യം നൽകിയത് അതിജീവനത്തിനാണ്. ഭയം എന്നത് ഒരു യാഥാർത്ഥ്യമല്ല, അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി തലച്ചോർ താത്കാലികമായി ഉണ്ടാക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ഇല്യൂഷനുകൾ എന്തൊക്കെയാണ്? ഞാൻ പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും, എനിക്ക് ഒന്നിനും കഴിവില്ല എന്നൊക്കെയുള്ള ചിന്തകൾ തലച്ചോർ നമ്മളെ റിസ്ക് എടുക്കുന്നതിൽ നിന്നും തടയാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഭയങ്ങളാണ്. ഭയങ്ങളെ അപഗ്രഥിക്കുക. നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം ചെയ്യാൻ ഭയം തോന്നുമ്പോൾ, ഉദാഹരണത്തിന് പബ്ലിക് സ്പീക്കിംഗ്, അത് തലച്ചോറിന്റെ ഒരു പ്രോഗ്രാമിംഗ് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇത് എൻ്റെ തലച്ചോർ എന്നെ സംരക്ഷിക്കാൻ നോക്കുന്നതാണ്, പക്ഷേ ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ് എന്ന് സ്വയം പറയുക. നമ്മുടെ കാഴ്ചകൾ എത്രത്തോളം ആപേക്ഷികമാണ്, റിലേറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം ഇല്യൂഷനുകൾ സഹായിക്കുന്നു. ഒരു വസ്തുവിന്റെ സത്യം അത് മാത്രമായി ഇരിക്കുന്നതിലല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലാണ്. നമ്മൾ കാണുന്ന ഭ്രമങ്ങൾ നമ്മളോട് പറയുന്നത് ഒന്നു മാത്രം: നിങ്ങൾ കാണുന്നത് സത്യമാണെന്ന് അന്ധമായി വിശ്വസിക്കരുത്. നമ്മുടെ കണ്ണുകൾ നമ്മളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളും രാഷ്ട്രീയ നിലപാടുകളും വിശ്വാസങ്ങളും ഇതുപോലെ നമ്മളെ പറ്റിക്കുന്നുണ്ടാകാം. ദി ഫ്രോഗ് ഹൂ ഡ്രീംഡ് ഓഫ് ബീയിങ് എ പ്രിൻസ്. പരിണാമത്തിന്റെ തടവറയും മാറ്റത്തിന്റെ സാധ്യതയും. ഈ അധ്യായത്തിന്റെ പേര് ഒരു തവള രാജകുമാരനാകാൻ ആഗ്രഹിച്ച കഥയെ ഓർമ്മിപ്പിക്കുന്നതാണെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നത് മനുഷ്യ മസ്തിഷ്കം പരിണാമപരമായി നേരിടുന്ന ചില പരിമിതികളെക്കുറിച്ചാണ്. കോടിക്കണക്കിന് വർഷത്തെ പരിണാമം നമ്മുടെ തലച്ചോറിൽ ചില കർശനമായ നിയമങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. മൃഗങ്ങളെ പോലെ കേവലം പ്രേരണകൾക്ക്, ഇൻസ്റ്റിങ്ക്റ്റുകൾക്ക് അനുസരിച്ച് ജീവിക്കാനാണോ,
അതോ അതിൽ നിന്ന് വ്യതിചലിച്ച് ഒരു രാജകുമാരനെ പോലെ ചിന്താ സ്വാതന്ത്ര്യം നേടാനാണോ മനുഷ്യന് സാധിക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു തവളയുടെ മുന്നിലൂടെ ഒരു ചെറിയ കറുത്ത വണ്ട് പറന്നുപോയാൽ തവളയുടെ തലച്ചോർ ഉടൻ തന്നെ നാക്ക് നീട്ടി അതിനെ പിടിക്കാൻ ശ്രമിക്കും. കാരണം തവളയുടെ പരിണാമം അതിനെ പഠിപ്പിച്ചത് ചെറിയ കറുത്ത ചലിക്കുന്ന സാധനം എന്നാൽ ഭക്ഷണം എന്നാണ്. എന്നാൽ വണ്ടിനു പകരം ഒരു ചെറിയ കറുത്ത കല്ലാണ് അതിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതെങ്കിലും തവള അത് വിഴുങ്ങും. തവളയ്ക്ക് കല്ലും വണ്ടും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ബോധമില്ല. അത് അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട അനുമാനത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. മനുഷ്യരും പലപ്പോഴും ഇതുപോലെയാണ്. നമ്മളും പല സാഹചര്യങ്ങളിലും നമ്മുടെ പഴയ പ്രോഗ്രാമിങ്ങിനനുസരിച്ച് ചിന്തിക്കാതെ പ്രതികരിക്കുന്നു. ജൈവികമായ തടവറ, ബയോളജിക്കൽ പ്രിസൺ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബാഹ്യലോകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഉദാഹരണത്തിന്, പ്രപഞ്ചത്തിലുള്ള ആകെ പ്രകാശത്തിന്റെ 1% താഴെ മാത്രമാണ് മനുഷ്യന് കാണാൻ കഴിയുന്നത്. വിസിബിൾ സ്പെക്ട്രം, എക്സ്റേ, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് എന്നിവയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ശരീരം നമുക്ക് ചുറ്റും തീർത്തിരിക്കുന്ന ഈ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. ഈ അർത്ഥത്തിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവശാസ്ത്രത്തിന്റെ തടവുകാരാണ്. തടവറ തകർക്കൽ. എന്നാൽ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തനിക്കൊരു പരിമിതിയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യനുണ്ട്. മെറ്റാകോഗ്നിറ്റീവ് എബിലിറ്റി. നമ്മുടെ തലച്ചോർ ഒരു നിശ്ചിത രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കും. ഒരു തവളയ്ക്ക് ഒരിക്കലും അതിന്റെ പ്രോഗ്രാമിംഗ് മാറ്റാൻ കഴിയില്ല. എന്നാൽ മനുഷ്യന് തന്റെ ചിന്തകളെ മാറ്റാനും പുതിയ ശീലങ്ങൾ വളർത്തി എടുക്കാനും കഴിയും. നമ്മുടെ കംഫർട്ട് സോൺ ആണ് നമ്മുടെ തടവറ. എന്നും ഒരേ ജോലി ചെയ്യുക, ഒരേ കൂട്ടുകാരോട് മാത്രം സംസാരിക്കുക, ഒരേ ചിന്താഗതിയിൽ ജീവിക്കുക. ഇതാണ് തവളയുടെ അവസ്ഥ. ഇതിൽ നിന്ന് വ്യതിചലിച്ച് ഡീവിയേറ്റ് ചെയ്ത് ഒരു രാജകുമാരനാകാൻ നമുക്ക് സാധിക്കണം. ദിവസവും ചെറിയ റിസ്കുകൾ എടുക്കുക. കരിയറിലോ ജീവിതത്തിലോ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് വരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ദിവസവും ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ഒരു പുതിയ പുസ്തകം വായിക്കുക, പുതിയൊരു റൂട്ടിലൂടെ യാത്ര ചെയ്യുക, ഓഫീസിൽ പുതിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഓട്ടോമാറ്റിക് ശീലങ്ങളെ മാറ്റുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം, കോപിക്കുന്ന സ്വഭാവം എന്നിവയെല്ലാം ഓട്ടോമാറ്റിക് റിഫ്ലക്സുകളാണ്. അവയെ ബോധപൂർവം നിയന്ത്രിക്കാൻ തുടങ്ങുക. ദ ഫിസിയോളജി ഓഫ് അസംഷൻസ്. അനുമാനങ്ങളുടെ ശാരീരിക യാഥാർത്ഥ്യം. നമ്മുടെ ചിന്തകളും മുൻവിധികളും വെറും വായുവിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് അവയ്ക്ക് കൃത്യമായ ശാരീരിക ഘടനയുണ്ട്. ഓരോ തവണ നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുമ്പോഴും നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. തലച്ചോറിലെ പാതകൾ. നമ്മുടെ തലച്ചോറിനെ ഒരു വലിയ കാടിനോട് ഉപമിക്കാം. ഈ കാട്ടിലൂടെ ആദ്യമായി നടക്കുമ്പോൾ വഴിയുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരേ വഴിയിലൂടെ ഒരുപാട് തവണ നടക്കുമ്പോൾ അവിടെ ഒരു സ്ഥിരമായ പാത രൂപപ്പെടുന്നു. പിന്നീട് നമ്മൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ആ പാതയിലൂടെ മാത്രമേ പോകൂ. ഇതുപോലെയാണ് തലച്ചോറിലെ അനുമാനങ്ങളും. ചെറുപ്പം മുതൽ നമ്മൾ കണ്ടും കേട്ടും ശീലിച്ച കാര്യങ്ങൾ തലച്ചോറിൽ ശക്തമായ ന്യൂറൽ പാതകൾ നിർമ്മിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മോശക്കാരാണെന്ന് ചെറുപ്പത്തിലേ കേട്ടുവരുന്ന ഒരാളുടെ തലച്ചോറിൽ അതൊരു ശാരീരിക പാതയായി മാറിക്കഴിഞ്ഞു. പിന്നീട് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ തലച്ചോർ ചിന്തിക്കാതെ തന്നെ ഇയാൾ അപകടകാരിയാണ് എന്ന സിഗ്നൽ നൽകും. എന്തിനാണ് തലച്ചോർ ഇങ്ങനെ മുൻവിധികൾ ശാരീരികമായി ഉറപ്പിച്ചു നിർത്തുന്നത്? കാരണം തലച്ചോറിന് എനർജി ലാഭിക്കേണ്ടതുണ്ട്. മനുഷ്യ ശരീരത്തിലെ ആകെ ഊർജത്തിന്റെ 20% ഉപയോഗിക്കുന്നത് തലച്ചോറാണ്. ഓരോ കാര്യത്തെക്കുറിച്ചും പുതുതായി ചിന്തിക്കാൻ തുടങ്ങിയാൽ തലച്ചോറിന് ഭീമമായ ഊർജം വേണ്ടിവരും. അതുകൊണ്ട് പഴയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വേഗത്തിൽ ഊഹിച്ചെടുത്ത് ഓട്ടോമാറ്റിക് റിഫ്ലക്സ് വഴി എനർജി ലാഭിക്കാനാണ് തലച്ചോർ എപ്പോഴും ശ്രമിക്കുന്നത്. ഈ എനർജി ലാഭിക്കൽ പ്രക്രിയയാണ് നമ്മളെ പലപ്പോഴും പുതിയ ചിന്തകളിൽ നിന്ന് തടയുന്നത്. നിങ്ങളുടെ മോശം ശീലങ്ങൾ, പ്രോക്രാസ്റ്റിനേഷൻ, നെഗറ്റീവ് ചിന്തകൾ തുടങ്ങിയവ നിങ്ങളുടെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞ പാതകളാണ്. പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ തുടക്കത്തിൽ കഠിനമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് തലച്ചോറിന് കൂടുതൽ ഊർജം വേണ്ടി വരുന്നത് കൊണ്ടാണ്.
ഒരു പുതിയ ശീലം, ഉദാഹരണത്തിന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, ഡയറി എഴുതുക എന്നിവ തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ചു ദിവസം തലച്ചോർ അതിനെ ശക്തമായി എതിർക്കും. അത് ജൈവികമായ ഒരു പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കി ബോധപൂർവം 2-3 ആഴ്ച സ്ഥിരതയോടെ, കൺസിസ്റ്റൻസിയോടെ മുന്നോട്ടു പോകാം. കുറച്ചു കഴിയുമ്പോൾ തലച്ചോറിൽ പുതിയ പാത രൂപപ്പെടുകയും ആ ശീലം എളുപ്പമായി മാറുകയും ചെയ്യും. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ വിശ്വസിക്കുക. എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, എന്നെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ ഒരു ശാസ്ത്രവുമില്ല. നിങ്ങളുടെ തലച്ചോറിനെ ഏത് പ്രായത്തിലും മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ചേഞ്ചിങ് ദ ഫ്യൂച്ചർ പാസ്റ്റ്. ഭൂതകാലത്തെ തിരുത്തി ഭാവി മാറ്റിയെഴുതുക. നമ്മൾ കാണുന്ന ഭാവിയും വർത്തമാനവുമെല്ലാം നമ്മുടെ ഭൂതകാല അനുഭവങ്ങളുടെ നിഴലുകൾ മാത്രമാണ്. ഭാവി മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭൂതകാല ഓർമ്മകളോട് പ്രതികരിക്കുന്ന രീതി മാറ്റണം. നമ്മുടെ തലച്ചോർ ഒരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് പോലെയല്ല. ഹാർഡ് ഡിസ്കിൽ ഒരു ഫയൽ സേവ് ചെയ്താൽ അത് എപ്പോഴും ഒരേപോലെ ഇരിക്കും. എന്നാൽ മനുഷ്യന്റെ ഓർമ്മകൾ ഓരോ തവണ ഓർത്തെടുക്കുമ്പോഴും പുനർനിർമ്മിക്കപ്പെടുകയാണ്, റീകൺസ്ട്രക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു സംഭവം നിങ്ങൾ ഇന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ മാനസികാവസ്ഥ കൂടി ആ ഓർമ്മയിൽ കലരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയൊരു മോശം അനുഭവത്തെ പുതിയൊരു കോണിലൂടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പഴയ അനുഭവങ്ങളെ പുതിയ അർത്ഥങ്ങളിലേക്ക് മാറ്റുന്ന പ്രക്രിയയെ റീഫ്രെയിമിംഗ് എന്ന് വിളിക്കാം. മുൻപ് പരാജയമായി കരുതിയ ഒരു കാര്യത്തെ ഒരു വലിയ പാഠമായി കാണാൻ തലച്ചോറിനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഓർമ്മയുടെ സ്വഭാവം മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മുമ്പ് ഒരു ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്ന് കരുതുക. തലച്ചോർ അതിനെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ഭൂതകാല ഓർമ്മയായി സൂക്ഷിച്ചാൽ ഭാവിയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഭയം തോന്നും. എന്നാൽ അതൊരു വലിയ അനുഭവമായിരുന്നു, എവിടെയാണ് തെറ്റിയതെന്ന് ഞാൻ പഠിച്ചു, ഞാൻ മനസ്സിലാക്കി എന്ന് മാറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെ തിരുത്തുകയാണ്. ഇത് നിങ്ങളുടെ ഭാവിയെ പൂർണ്ണമായും മാറ്റും. പലരും ജീവിതത്തിൽ വിജയിക്കാത്തതിന് കാരണം അവർ തങ്ങളുടെ ഭൂതകാല പരാജയങ്ങളുടെ തടവുകാരാണ് എന്നതുകൊണ്ടാണ്. എനിക്ക് പണ്ട് ബിസിനസ്സിൽ നഷ്ടം വന്നു, അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല. എന്നെ പണ്ടൊരാൾ ചതിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കും. റീഫ്രെയിമിംഗ് എക്സസൈസസ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ മോശം അനുഭവം ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അതിന് താഴെ ആ പരാജയം നിങ്ങളെ പഠിപ്പിച്ച 3 നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ശക്തികൾ എഴുതുക. ഓർമ്മകളുടെ അർത്ഥം മാറ്റി എഴുതുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. മാപ്പ് നൽകുക, ഫോർഗിവ്നെസ്. മറ്റുള്ളവരോടുള്ള ദേഷ്യവും പ്രതികാര ചിന്തയും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ തലച്ചോറിലെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുത്തും. ഭൂതകാലത്തെ അതിൻ്റെ വഴിക്ക് വിടുക. ഭൂതകാലത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മറ്റൊരു വഴി ഇതാണ്. നിങ്ങളുടെ തലച്ചോറിന്, മനസ്സിന് മനഃപൂർവ്വം പുതിയ അനുഭവങ്ങൾ, ന്യൂ ഇൻപുട്സ് നൽകുക. നിങ്ങൾ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിൽ പോവുക, വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളോട് സംസാരിക്കുക, പുതിയ കലകൾ പഠിക്കുക. ഇത് ചെയ്യുമ്പോൾ തലച്ചോറിലെ പഴയ ശാരീരിക പാതകൾക്ക് മാറ്റം വരികയും പുതിയ ന്യൂറൽ ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ തലച്ചോർ ലോകത്തെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ തുടങ്ങും. മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. അദൃശ്യമായ മുൻവിധികളെ വെളിച്ചത്തു കൊണ്ടുവരിക. നമ്മൾ ലോകത്തെ കാണുന്നത് കണ്ണുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ അനുമാനങ്ങൾ കൊണ്ടുകൂടിയാണ്. ഈ അനുമാനങ്ങൾ ഒരു ലെൻസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തി എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ പോലും മോശമായി മാത്രമേ കാണാൻ കഴിയൂ. അവിടെ ആ ലെൻസ് അദൃശ്യമായിരുന്നു കൊണ്ട് അയാളുടെ കാഴ്ചയെ നിയന്ത്രിക്കുകയാണ്. നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ തലച്ചോർ വിസമ്മതിക്കും. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റണമെങ്കിൽ ആദ്യം ആ കാഴ്ചപ്പാടുകൾക്ക് പിന്നിലെ അദൃശ്യമായ കാരണങ്ങളെ നമ്മൾ വെളിച്ചത്തു കൊണ്ടുവരണം. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ചെറുതായി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ, ഉദാഹരണത്തിന് പുതിയൊരു സൗഹൃദം, പുതിയൊരു ജോലി രീതി തുടങ്ങിയവ, നമ്മുടെ ഉള്ളിലെ പല അദൃശ്യമായ മുൻവിധികളും നമുക്ക് സ്വയം ബോധ്യപ്പെടും.
നമ്മുടെ ഉള്ളിലെ അദൃശ്യമായ മുൻവിധികൾ നമ്മളെ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കും. ബിസിനസ്സിലും കരിയറിലും വലിയ തോൽവികൾ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് കാരണമാണ്. നമ്മൾ വിചാരിക്കുന്നത് മാത്രമാണ് ശരി എന്ന അഹങ്കാരം, കൺഫർമേഷൻ ബയസ് പലരുടെയും വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഫീഡ്ബാക്ക് സ്വീകരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടോ മെന്ററോടോ ചോദിക്കുക, എന്റെ സ്വഭാവത്തിൽ ഞാൻ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ അദൃശ്യമായ പല പോരായ്മകളും നിങ്ങൾക്ക് ദൃശ്യമാകും. സ്വയം വിമർശനം നടത്തുക. ഒരു തീരുമാനം എടുക്കുന്നതിനു മുൻപ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് വെറും വികാരം കൊണ്ടാണോ അതോ വസ്തുതകൾ നോക്കിയാണോ എന്ന് ചിന്തിക്കുക. സെലിബ്രേറ്റ് ഡൗട്ട്. സംശയങ്ങളെ ഭയക്കാതെ ആഘോഷമാക്കുക. സംശയം അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥ, ഡൗട്ട് ഓർ അൺസർട്ടനിറ്റി എന്നത് മോശം കാര്യമായാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ സംശയങ്ങളാണ് മനുഷ്യനെ വളർത്തുന്നത്. അതിനെ ഭയപ്പെടരുത്, മറിച്ച് ആഘോഷമാക്കുകയാണ് വേണ്ടത്. നമ്മുടെ തലച്ചോർ എപ്പോഴും കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു കാര്യം കൃത്യമായി അറിയാമെങ്കിൽ തലച്ചോറിന് ഭയമില്ലാതെ ഇരിക്കാം, ഊർജം ലാഭിക്കാം. എന്നാൽ ഈ ഉറപ്പ് നമ്മളെ ഒരു കെണിയിൽ വീഴ്ത്തും. പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള കൗതുകം അതോടെ ഇല്ലാതാകും. ശാസ്ത്രജ്ഞരും വലിയ കലാകാരന്മാരും എപ്പോഴും ജീവിക്കുന്നത് അവരുടേതായ സംശയങ്ങളിലാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെയായി, ഇത് മറ്റൊരിടത്ത് പ്രയോഗിച്ചാൽ എന്താകും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇരുട്ടിനെയും അനിശ്ചിതാവസ്ഥയെയുമാണ്. ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴോ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴോ നമ്മൾ തളർന്നു പോകുന്നത് അതുകൊണ്ടാണ്. എല്ലാ പരിണാമങ്ങളും മാറ്റങ്ങളും സംഭവിക്കുന്നത് പ്രതിസന്ധികളിലും അനിശ്ചിതാവസ്ഥകളിലുമാണ്. തനിക്ക് ഒന്നും അറിയില്ല എന്ന് സമ്മതിക്കാൻ തയ്യാറാകുന്നിടത്താണ് യഥാർത്ഥ ജ്ഞാനം ആരംഭിക്കുന്നത്. സംശയങ്ങളെ പോസിറ്റീവായി കാണാൻ പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്നത്തെ ലോകം മാറുന്ന വേഗത പ്രവചനാതീതമാണ്. ഇന്ന് പഠിക്കുന്ന സാങ്കേതിക വിദ്യ നാളെ പഴഞ്ചനാകുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ എനിക്കെല്ലാം അറിയാം എന്ന് ചിന്തിക്കുന്നത് വലിയ പരാജയമായിരിക്കും. ലോട്ടോ പറയുന്നത് പോലെ സംശയങ്ങളെയും അനിശ്ചിതാവസ്ഥകളെയും ഒരു ഭാരമായി കാണാതെ വളർച്ചയ്ക്കുള്ള ഇന്ധനമായി കാണുക. ലൈഫ് ലോങ് ലേണർ ആവുക. കണ്ടിന്യൂസ് ലേണിംഗ്. എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ കരിയറിലെ മാറ്റങ്ങളെ, ഉദാഹരണത്തിന് AI അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി, ഇവയെല്ലാം കണ്ട് ഭയക്കാതെ അതിനെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായി കാണുക. അറിയാത്ത കാര്യങ്ങൾ തുറന്നു പറയുക. എനിക്ക് ആ വിഷയത്തെക്കുറിച്ചറിയില്ല, ഞാൻ പഠിക്കാം എന്ന് പറയാൻ മടി കാണിക്കരുത്. സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് വളർച്ചയുടെ ലക്ഷണമാണ്. ദ ഇക്കോളജി ഓഫ് ഇന്നൊവേഷൻ. പുതിയ ചിന്തകളുടെ ഒരു സംസ്കാരം വളർത്തുക. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴാറുണ്ട്. ആ വീഴ്ചകളെ നമ്മൾ പരാജയമായി കാണാറില്ല, മറിച്ച് നടക്കാൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇതുപോലെ തന്നെ ജീവിതത്തിലും ജോലിസ്ഥലത്തും തെറ്റുകളെ പരീക്ഷണങ്ങളുടെ ഭാഗമായി കാണാൻ നമുക്ക് കഴിയണം. ഒരേപോലെ ചിന്തിക്കുന്ന ആളുകൾ ഒരുമിച്ചിരുന്നാൽ അവിടെ പുതിയ ആശയങ്ങൾ ഉണ്ടാകില്ല. വ്യത്യസ്ത പശ്ചാത്തലമുള്ളവർ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ കാഴ്ചപ്പാടുകളുടെ വലിയൊരു വൈവിധ്യമുണ്ടാകുന്നു. ഇത് തലച്ചോറിന് പുതിയ ഇൻപുട്ടുകൾ നൽകുകയും സർഗാത്മകത വർദ്ധിക്കുകയും ചെയ്യും. വ്യതിചലിക്കുക അഥവാ ഡീവിയേറ്റ് ചെയ്യുക എന്നാൽ വെറുതെ വിപ്ലവം ഉണ്ടാക്കുക എന്നല്ല. നമ്മുടെ തലച്ചോറിന്റെ പരിമിതികളെ മനസ്സിലാക്കി നമ്മുടെ മുൻവിധികൾക്ക് മുകളിലേക്ക് വളർന്ന് മറ്റുള്ളവരോട് കൂടുതൽ കരുണയോടും തുറന്ന മനസ്സോടും കൂടി ജീവിക്കുക എന്നതാണ്. നിങ്ങളുടെ ചിന്തകൾ എവിടെയാണ് തടസ്സപ്പെടുന്നത് എന്ന് സ്വയം നിരീക്ഷിക്കുക. സംശയങ്ങളും അനിശ്ചിതാവസ്ഥകളുമാണ് പല പുതിയ മാറ്റങ്ങൾക്കും സർഗാത്മകതയ്ക്കും കാരണം. എനിക്കെല്ലാം അറിയാം എന്ന ഭാവം വെടിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാൻ ശീലിക്കുക. പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകാൻ പരാജയങ്ങളെ ഭയക്കാത്ത വൈവിധ്യമാർന്ന ഒരു അന്തരീക്ഷം വേണം. തെറ്റുകൾ വരുത്താൻ ഭയപ്പെടരുത്. പരീക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ആകെത്തുകയാണ് നിങ്ങൾ എന്നൊരു പ്രശസ്തമായ വാചകമുണ്ട്.
നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പോസിറ്റീവും സർഗാത്മകവുമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ സാധിക്കൂ. നിങ്ങളെ എപ്പോഴും നിരാശപ്പെടുത്തുന്ന, നെഗറ്റീവ് സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന, പുതിയ ആശയങ്ങൾ സംസാരിക്കുന്ന ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. നിങ്ങളുടെ വീട്ടിലോ ജോലിസ്ഥലത്തോ തെറ്റുകൾ പറ്റിയാൽ അതിനെ വലിയ കുറ്റമായി കാണാതെ അതിൽ നിന്ന് എന്ത് പഠിക്കാം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു രീതി വളർത്തിയെടുക്കുക. ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളല്ല, മറിച്ച് സാഹചര്യങ്ങളെ നിങ്ങളുടെ തലച്ചോറ് കാണുന്ന രീതിയാണ്. നിങ്ങളുടെ തലച്ചോറിന്റെ പഴയ പ്രോഗ്രാമിങ്ങിൽ നിന്ന് വ്യതിചലിക്കാൻ, ഡീവിയേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ പ്രതിഭ പുറത്തേക്ക് വരുന്നു. നിങ്ങളുടെ അനുമാനങ്ങളെ ചോദ്യം ചെയ്യാനും സംശയങ്ങളെ സ്നേഹിക്കാനും പുതിയ ശീലങ്ങളിലൂടെ തലച്ചോറിനെ മാറ്റിമറിക്കാനും ഇന്ന് തന്നെ തുടക്കം കുറിക്കുക. ഡീവിയേറ്റ് എന്ന ഈ പുസ്തകം വായനക്കാരന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ തിരിച്ചറിവാണ്. നിങ്ങൾ കാണുന്ന ലോകമല്ല സത്യം, നിങ്ങൾ നിർമ്മിക്കുന്ന ലോകമാണ് സത്യം. അതുകൊണ്ട് അതിനെ മനോഹരമായി നിർമ്മിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.